ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയ്ക്ക് വെള്ളവും മരുന്നും ഒക്കെ ആയിട്ട് വൈജ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അമ്മയാണെങ്കിൽ മരുന്നൊക്കെ ഇന്നതാണെന്നൊക്കെ പറഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പോൾ ഗുളികയുണ്ട് കഷായത്തിൻ്റെ കൂടെ എന്നൊക്കെ അമ്മ പറയുമ്പം ഒരു നേരം മരുന്നിൻ്റെ കൂടെ ഗുളിക ചെന്നില്ലെന്ന് കരുതി ശരീരം പണി മുടക്കത്തൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തു തരാൻ നിനക്ക് കഴിയത്തില്ലല്ലോ അല്ലേ, അതല്ലേടി കാര്യമെന്ന് അമ്മ മോളോടി ചോദിച്ചു. അപ്പോൾ വേണേ കഴിക്കാം അമ്മയെന്ന് വൈജ അമ്മയോട് പറയണം. അമ്മ മരുന്ന് കഴിച്ചിട്ട് അവിടെ കിടക്കുമ്പം അപ്പോൾ എൻ്റെ ഈ അവസ്ഥ നിനക്ക് വരുമ്പോൾ കാണാടി എന്ന് അമ്മ പറയുന്നു. അത് കേട്ടപ്പോൾ അമ്മയുടെ പ്രായം വരുമൊന്നും എനിക്കിരിക്കണ്ട, ഞാൻ അതിനു മുന്നേ അങ്ങ് പൊക്കോളാവെന്ന് വൈജയന്തി പറഞ്ഞു. ഇതും ഇതിൽ അപ്പുറം പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പറച്ചിലൊക്കെ വലിയ വീര്യത്തിലാണ്, പക്ഷെ ഇതൊന്നും നടപ്പാകുന്ന കാര്യമല്ല. ഇരുന്നും നിരങ്ങിയും കിടന്നും ഒക്കെ കഴിയുമ്പോൾ പഠിച്ചോളും. അങ്ങനെയാ ഈ പറഞ്ഞ പലരും കടന്നു പോയിട്ടുള്ളതെന്നും പറയുവാണ് നമ്മുടെ അമ്മയെ. അപ്പോൾ വൈജയന്തിക്ക് എന്തോ അമ്മയോട് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവുക. ഭയങ്കര ടെൻഷനായിട്ട് അമ്മയുടെ അടുത്തേക്ക് പതുക്കെ ചെന്നു. അതെ, ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്നതാടി എന്ന് അമ്മ ചോദിച്ചു മോളോട്. അതെ, അത് പിന്നെ അമ്മ അലീനയോട് ആഗ്രയിലെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആഗ്രയിലെ എന്ത് കാര്യം? അല്ല, അമ്മയ്ക്ക് എന്താ അറിയാൻ മേലേന്ന് ചോദിക്കുമ്പം ആഗ്രയിൽ വെച്ച് പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിലേതാണെന്നാ ചോദിച്ചതെന്ന് അമ്മ മോളോട് പറയുമ്പം ഞാൻ അവിടെ പോയി ഗംഗേട്ടൻ്റെയും ഫാമിലിയുടെയും ക്വാർട്ടേഴ്സിൽ താമസിച്ചതും അവിടുത്തെ സ്കൂളിൽ ജോലി ചെയ്തതും ഒക്കെ. എടി, അതൊക്കെ ആർക്കാടി അറിയാൻ മേലാത്തെ? നീ ആഗ്രയിലൊരു സ്കൂളിലെ ടീച്ചറായിരുന്നു എന്ന് മനു അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെന്തിനാ അതൊക്കെ ഇവിടുത്തെ വേലക്കാരിയോട് പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാലിപ്പോൾ എന്താ അടി കുറ്റം? അതൊക്കെ ഒരു ഗമയല്ലേടി. അതുമാത്രമല്ല വേറെ എന്തൊക്കെയോ അവൾക്കറിയാം. വേറെ എന്തോന്നാടി വൈജയ്? വേറെ എന്തോന്ന് പറയാനാ കൊച്ച്? എറണാകുളത്ത് നിന്ന് വന്ന ദിവസം അവൾ എന്നോട് പറയാം അവൾക്ക് ആഗ്രയിലെ ചരിത്രം കുറേയൊക്കെ അറിയാവുന്ന. ആഗ്രയുടെ ചരിത്രമായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. അപ്പം താജ്മഹലിനെ പറ്റിയും മറ്റു കാര്യങ്ങളും ഇതെല്ലാം അവൾ പറഞ്ഞതായിരിക്കും. ഒന്ന് പോവാമ്മേ, ആനക്കാരും പറയുമ്പോൾ അമ്മയുടെ ഒരു ചേനക്കാരും. പിന്നെ അല്ലാണ്ട് എടി അവൾക്ക് അതല്ലാണ്ട് വേറെ എന്നാ അറിയാനാണെന്ന് അമ്മ വൈജയോട് ചോദിക്കുമ്പം വൈജയ്ക്ക് ടെൻഷനായി. എന്നോട് ചോദിക്കുക അവള് ആഗ്രയിൽ നിന്ന് പോന്നിട്ട് ശാസ്തമംഗലത്തല്ലായിരുന്നോ ഒരു വർഷം താമസിച്ചതെന്ന്. അങ്ങനെയൊക്കെ അലീന ചോദിച്ചോ? അവള് ചോദിച്ചെന്നേ. അതിലല്ലേ ഞാൻ അമ്മയോട് ചോദിച്ചത്. അതല്ല ഞാൻ പറഞ്ഞത്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അമ്മ സൗകര്യം പോലെ ഈ കാര്യം ഒന്ന് ചോദിച്ചു വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് നേരിട്ട് ചോദിച്ചാൽ എന്നാടി? എനിക്ക് അവളെ സംശയവും പേടിയും ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൾ അതിൽ നിന്ന് മുതലെടുക്കും അമ്മേ. നിനക്ക് അവളെ പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പം സംശയം ഉണ്ടോ എന്ന് വൈജ ചോദിക്കുക. അവൾക്ക് എന്തെങ്കിലും അറിയാവോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെന്ന് പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു കൂസലും ഇല്ലല്ലോ. അപ്പോൾ എടി അവൾ വരുമ്പോൾ ഞാൻ ചോദിച്ചു നോക്കാം. ചോദിക്കുമ്പോഴേ അമ്മയുടെ വായിൽ നിന്നും വല്ല വീണു പോകരുത്. അവൾ പറയുന്നത് കേട്ടാൽ മതി, അങ്ങോട്ടൊന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. എടി, ഇതൊക്കെ നിന്റെ ഓരോരോ സംശയങ്ങളാ വൈജയ, വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? അവൾക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ അവളെ ഇവിടെ നിർത്തിയാൽ ഒട്ടും ശരിയാവത്തില്ല, പറഞ്ഞയച്ചേക്കണമെന്ന് പറഞ്ഞു. എടി, അവളെ കൊണ്ട് ശല്യമൊന്നും ഇല്ലല്ലോ വൈജയ. അമ്മ അവളെ പേടിക്കണോ അമ്മേ? അവൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ. ഒരു വീട്ടു ജോലിക്കാരിക്കേ അത്രയും ബുദ്ധി നല്ലതല്ല എന്ന് വൈജ അമ്മയോട് പറയുവാണ്. അവള് വരട്ടെ, ഞാൻ അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ പേടിച്ച് തുടങ്ങി വൈജയന്തി. ഞാൻ കുറച്ച് കഴിയുമ്പോഴേ ദോശയും ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ എന്നും അതേ ഉള്ളോ, വേറൊന്നും ഇല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പം ഇങ്ങനെ നോക്കുക വൈജ. ആ പെണ്ണ് ആശുപത്രിയിലായി പിന്നെ വായിക്ക് രുചിയായിട്ട് എന്ന് പറഞ്ഞ് അമ്മ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. മോളന്നേരം അമ്മയൊരു നോട്ടവും നോക്കി അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മ ഒന്നും മിണ്ടാതെ അവിടെ കിടക്കുക. ഇത് കഴിഞ്ഞ് നമ്മുടെ മനു അലീനയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ തൊട്ടരികിലുണ്ട്. അപ്പോൾ മനുവിന് ഇത് എവിടെ പോയതാ? ചായ വാങ്ങിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചായ വാങ്ങിക്കാൻ പോയതാ. ചായ കുടിച്ചല്ലോ? കുടിച്ചു, 2 എണ്ണം. ഒരെണ്ണം തനിക്ക് വാങ്ങിച്ചെന്നും പറഞ്ഞു ആ ഗ്ലാസ്സൊക്കെ കൊണ്ടുപോയി കഴുകി നമ്മുടെ അലീനയ്ക്ക് ചായ എടുത്ത് കൊടുക്കുക കേട്ടോ. അലീന അവിടെ കിടന്നുകൊണ്ട് ചായയൊക്കെ കുടിക്കുക. അപ്പം മനു ഇങ്ങനെ തൊട്ടരികിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന എനിക്ക് അറിയാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താ അറിയാമെന്ന്? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഉള്ളത് പറയടോ. അത് പിന്നെ എനിക്ക് ചായ വാങ്ങിച്ച് തരാൻ വേണ്ടി പോയതാണെന്ന്. അപ്പോൾ ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പമൊന്നും മനു അന്നേരം ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. ഹലോ, ഗുഡ് മോർണിംഗ് അലീന എന്നും പറഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ. അപ്പോൾ അലീന പതുക്കെ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ വേണ്ട സാഹസമൊന്നും വേണ്ട, അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ എൻ്റെ പേഷ്യൻ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാൻ വന്നതാണെന്ന് ഡോക്ടർ അങ്കിൾ അന്നേരം പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാന്ന് അലീന പറയുക. ഡോക്ടർ വന്ന് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മണ്ണിനടിയിലായേനേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കല്ലടോ താൻ നന്ദി പറയേണ്ടത്, എൻ്റെ റിങ്കുവിനോടാണെന്ന് പറഞ്ഞു. അവനാണ് നിന്നെ എനിക്ക് കാട്ടി തന്നതെന്ന് പറയുമ്പോൾ
അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ നായക്കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അവനാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്, ഞാനൊരു ആംബുലൻസ് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അത് അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അവൻ അറിയാവുന്ന ആംബുലൻസ് ഞാനാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ നിന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, സോറി കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു. ചില മൃഗങ്ങൾക്കേ ചില മനുഷ്യരെ അറിയാമെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്നും ഡോക്ടറുകൾ പറഞ്ഞു. ചില മനുഷ്യർക്ക് ചില മൃഗങ്ങളെയും അറിയാമെന്നും അലീന പറഞ്ഞപ്പോൾ അതും ശരിയാ കേട്ടോ എന്ന് നമ്മുടെ ഡോക്ടറുകൾ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാളാണ് ബൈസ്റ്റാൻഡർ അല്ലേ എന്ന് ചോദിച്ചു മനുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ അതെ, ഞാൻ ഇവളുടെ കെയർ ടേക്കർ, കൊണ്ടുവന്നത് ഞാനാ, എനിക്കാണ് ഉത്തരവാദിത്വം എന്ന് മനു പറയുമ്പോൾ ഡോക്ടറുടെ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട് ഇവളെ രക്ഷപ്പെടുത്തിയതിനെന്നൊക്കെ പറഞ്ഞ് മനു ഇങ്ങനെ കൈ കൂപ്പി ആ മനുഷ്യനോട് നന്ദി പറയാട്ടോ. ഇത് വെറും വാക്കല്ല കേട്ടോ, ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ എന്ന് മനു പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായി എന്ന് ഡോക്ടറുകൾ മനുവിനോടും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കുവാണ്. അപ്പോൾ ശരി, ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ, റൗണ്ട്സിന് ഞാൻ പിന്നെ വരുന്നുണ്ട്, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ മനു ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനോട് നമ്മുടെ റിങ്കുവിനെ പറ്റി പറയുകയാണ്. ആ നായക്കുട്ടി എപ്പോഴും എൻ്റെ അടുത്ത് വരുമായിരുന്നു, പക്ഷേ അതിനുശേഷം മനുവിനെ പറ്റിയും പറഞ്ഞു. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന ആളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ എന്നിങ്ങനെ മനുവിനോട് അലീന പറയുവാണ്. എന്താ അല്ലേ, ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ഓരോരോ ബന്ധങ്ങൾ അത്ഭുതം തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു ഒന്ന് ചിരിച്ചു. ചായ കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന ചായയും കുടിച്ചവിടെ കിടക്കുന്നു. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഹരിയും രോഹിത്തും കൂടി ഇങ്ങനെ നടന്നു വരുക. ഇന്നലെ പേടിച്ച പേടി എൻ്റെ പൊന്നടാ, എന്തുവായിരുന്നടാ, ഞാൻ വിചാരിച്ചു നമ്മുടെ ജീവിതം തന്നെ തീർന്നെന്ന്. എനിക്ക് നിന്റെ അത്ര പേടിയൊന്നുമില്ലായിരുന്നു ഹരി പറയാം. എൻ്റെ അത്ര വിവരമില്ലല്ലോ നിനക്ക്, അതാ എന്ന് രോഹിത്ത്. പൊട്ടൻ കാറ്റാനയുടെ മുന്നിൽ മസുലും പിടിച്ചോണ്ടങ്ങ് ചെല്ലും, ബുദ്ധിയുള്ളവൻ ഒഴിഞ്ഞു മാറുമെന്ന് രോഹിത്ത് പറയണു. ഇപ്പോഴല്ലേടാ നിനക്കിതൊക്കെ പറയാനുള്ള ധൈര്യം വന്നതെന്ന് ഹരി അന്നേരം തിരിച്ച് ചോദിക്കാം. ഇന്നലെ വെള്ളത്തിൽ വീണ എലിയെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പം നീ ഇന്നലെ ഒളിച്ചോടാനിരുന്നവനല്ലേടാ ബൈക്കിൽ ഫുൾ ടാങ്കൊക്കെ പെട്രോൾ അടിച്ചോണ്ട്. വലിയ അഹങ്കാരമൊന്നും വേണ്ട, കഷ്ടിച്ച് തലയൂരിന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്നാലും അവൻ എന്തൊരു പെണ്ണാടാ രോഹി, തന്നെത്താൻ വയറ്റിൽ കത്രിക കുത്തിക്കയറ്റുക എന്നൊക്കെ വെച്ചാ അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലടാ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യടാ. നീ അവളെ പറ്റി വിചാരിച്ചതും പറഞ്ഞതുമെല്ലാം അത്ര നോൺസെൻസ് ആണടാ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസംബന്ധം, ശുദ്ധ പൊളിയാണെന്ന് രോഹിത് തന്നെ ഹരിയെ പറ്റി പറയാം. നിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിയില്ലേടാന്ന് ചോദിച്ചു. അവൾ ഇങ്ങനത്തെവളാണെന്ന് ആരറിഞ്ഞടാ എന്ന് ഹരി അന്നേരം രോഹിത്തിനോട് ചോദിക്കാം. ഇതേ പെണ്ണൊന്നും അല്ലടാ, ഒരു തരം പിശാശാടാ, പിശാശെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് പറഞ്ഞു കൊടുക്കുക ഹരി. മനുഷ്യനാണെങ്കിൽ ജീവനിലെങ്കിലും കൊതിയില്ലേടാ, ഓ ചത്താലും വിട്ടുകൊടുക്കില്ല എന്ന് വെച്ചാ എന്നാ ചെയ്യുവടാ, നീ ഇനി ഒന്നും ചെയ്യണ്ട, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ മതിയെന്ന് രോഹിത് അന്നേരം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു തോൽവിയെന്ന് ഹരി പറയുവാണ് രോഹിത്തിനോട്. എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി, ജീവിതം തിരിച്ചു കിട്ടിയെന്ന് കരുതിയാൽ മതിയെന്നും രോഹിത് ഹരിയോട് പറഞ്ഞു കൊടുക്കുന്നു. എടാ രോഹി, എന്നാലും എനിക്കൊരു സംശയം ഉണ്ടടാ, അവൾ നമ്മളെ എന്തുകൊണ്ടാ പോലീസിന് പറഞ്ഞു കൊടുക്കാതിരുന്നത്? അപ്പോൾ പോലീസും കേസും കോടതിയും കേസ് കേട്ട് നടക്കേണ്ടി വരുമെന്ന് കരുതി കാണും. അവൾക്ക് അതിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് പോയിന്റ്, അത് ശരിയാടാ. നിനക്കെതിരെ പോലീസിന് മൊഴി കൊടുത്താലേ അവളുടെ ഹോസ്പിറ്റൽ ബില്ല് ആര് കൊടുക്കുവടാന്നൊക്കെ ചോദിക്കുകയാണ് ഹരിയെ. പിന്നെ പോലീസും കേസും കോടതിയൊന്നും ഒക്കെ അവൾക്ക് പേടിയായിരിക്കുവടാ എന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് രോഹിത് ഇങ്ങനെ ശരിയാന്നുള്ള രീതിയിൽ നിൽക്കുക. വാദിയുടെ ബില്ല് പ്രതി കൊടുക്കുന്ന ആ ഒരു ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോടാ? നിനക്കെതിരെ പറഞ്ഞാൽ ബാലചന്ദ്രൻ അങ്കിള് അവളെ കൈയൊഴിയും, എനിക്കെതിരെ പറഞ്ഞാൽ മനുവേട്ടനും അവളെ ഹെൽപ്പ് ചെയ്യില്ല, ഉള്ള ജോലിയും പോകും, ഉടനെയൊന്നും ജോലി ചെയ്യാൻ പറ്റുകയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രോഹിത്ത് പറയാം. എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ സത്യം പറയാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് മനസ്സിലായി കാണുമെന്ന് രോഹിത്ത് പറയുക ഈ ഹരിയോട്. അതല്ലാതെ വേറൊരു കാരണം ഞാൻ അതിൽ കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലടാ അവള്, കാഞ്ഞ ബുദ്ധി അവൾക്കെന്നും പറഞ്ഞുകൊണ്ട് ഹരി പറഞ്ഞു കൊടുക്കുക. ഇനി ഹോസ്പിറ്റൽ ബില്ലെല്ലാം ബാലചന്ദ്രൻ അങ്കിൾ പേ ചെയ്യുമല്ലോ, പിന്നെ പൈസ കുറെ പോകും മോനെ എന്നൊക്കെ പറയുമ്പം സാരമില്ല, നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആയല്ലോ, ആരും അറിയാതെ എല്ലാം ഒന്ന് ഒതുങ്ങിയ മതിയായിരുന്നു എന്നും പറഞ്ഞു രോഹിത്ത് പറയുമ്പം പക്ഷെ നീ സൂക്ഷിക്കാൻ പറഞ്ഞു ഹരി. ബോംബ് അവളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിക്കാം. എന്ത് ബോംബ്? അവൾക്ക് എത്ര ദിവസം കഴിഞ്ഞാലും എത്ര മാസം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ഈ സംഭവം പൊട്ടിക്കാമെന്ന് രോഹിത്തിനെ പറഞ്ഞു പേടിപ്പിക്കുക വീണ്ടും ഹരിയെ. നമ്മൾ രണ്ടുപേരും അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് ഭീഷണിപ്പെടുത്തി മൊഴി പറയിച്ചതാണെന്ന്.
അപ്പോഴേക്കും രോഹിത്തിന് വീണ്ടും ടെൻഷനായി. പെണ്ണിൻ്റെ പരാതിക്ക് മുൻകാല പ്രാബല്യമുണ്ട്, ഇപ്പോഴേ നിയമമൊക്കെ അങ്ങനെയാടാന്നൊക്കെ പറഞ്ഞു. അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് രോഹിത് അന്നേരം ചോദിച്ചു. ഇനി അവളെ പിരിച്ചല ഓടിച്ചു വിട്ടാലേ അവള് പോവില്ലടാ, ബോംബ് കയ്യിലുണ്ടല്ലോടാ, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും അവളെന്നും പറഞ്ഞുകൊണ്ട് ഹരി വീണ്ടും രോഹിത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തിവെച്ച് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെവിയും ചൊറിഞ്ഞ് രണ്ടവന്മാരും കൂടി അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും അലീനയുമാണ്. അവർ രണ്ടുപേരും നല്ല മയക്കത്തിലാണ്. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു അലീനയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ മനു എഴുന്നേറ്റു. പിന്നെ അലീനയും പതുക്കെ മയങ്ങി. അപ്പം കസേരയിലിരുന്ന് ഉറങ്ങി വന്നു. മനുവിനോട് നേഴ്സ് വന്ന് ചോദിച്ചു, ബൈസ്റ്റാൻഡർക്ക് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പം ഉറങ്ങിപ്പോയതാണെന്ന് മനു പറഞ്ഞു. അറിഞ്ഞില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ മനുവേട്ടൻ ഉറങ്ങാതിരിക്കായിരുന്നു, പിന്നെ ഞാനും ഒന്ന് മയങ്ങിപ്പോയി എന്ന് അലീന പറയാം. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്നും കാര്യങ്ങളും ഇതെല്ലാം എടുത്ത് അലീനയ്ക്ക് പുതിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. എങ്ങനെയുണ്ട് അലീന, ക്ഷീണമൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അങ്ങനെ അലീനയുടെ കയ്യിലുണ്ടായിരുന്ന ട്രിപ്പിൻ്റെ എല്ലാം എടുത്തു. അതിനുശേഷം ഡോക്ടർ വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവിടെ. അപ്പോഴേക്കും നമ്മുടെ മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഡോക്ടർ വന്ന് അലീനയെ പരിശോധിക്കുന്നു. അതിനുശേഷം അലീനയുടെ പൾസും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ നോക്കി പരിശോധിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാം ശരിയായിക്കോളുമെന്ന് പറഞ്ഞു ഡോക്ടർ അലീനയോട്. ക്ഷീണ കൂടുതൽ തോന്നും, കൂടെ ഉറക്കവും വരും, ഉറങ്ങിക്കൊള്ളണം കേട്ടോ എന്നും അലീനയോട് ഡോക്ടർ പറയുക. നമ്മുടെ ബ്ലഡ് കുറേ അധികം നഷ്ടപ്പെട്ടില്ലേ, ആ കൂട്ടത്തിൽ രക്തത്തിലുണ്ടായിരുന്ന വൈറ്റൽ എലിമെൻറ്റ്സ് ഒക്കെ കുറേ നഷ്ടപ്പെട്ടു. സോഡിയം, വൈറ്റമിൻസ്, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇനി ബാലൻസ്ഡ് ആയിട്ട് വരണമെന്ന് ഡോക്ടർ അലീനയോട് പറയുക. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല റെസ്റ്റ് വേണം കേട്ടോ, ഇപ്പം കണ്ടിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്ററായി. എനിവേ യു ആർ വെരി ലക്കി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലീനയോട് പറയാം. അലീന ഒന്ന് ചിരിച്ചു. എല്ലാം നടക്കും ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ എന്ത് അസ്വസ്ഥതയുണ്ടെങ്കിലും ഇവിടെ നേഴ്സുമാരോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞു ബായ് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ ഡോക്ടർ നേഴ്സും കൂടി. അതിനുശേഷം അലീനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. മറ്റേ നേഴ്സ് ഇവിടെ ഉണ്ട്. അതിനുശേഷം വെള്ളവും മരുന്നും ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അലീന ഈ നേഴ്സിനോട് ചോദിച്ചു, എനിക്കെന്താ കഴിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ സാധാരണ പോലെ എല്ലാം കഴിക്കാം, ഫുഡിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ എന്ന് കരുതി കപ്പ ബിരിയാണി ഒന്നും കഴിക്കരുത് കേട്ടോ എന്ന് ഈ നേഴ്സ് പറഞ്ഞു. എന്നിട്ട് നേഴ്സ് അങ്ങ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അലീന ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. മനുവും ബാലനും കൂടെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അലീന പതുക്കെ എഴുന്നേക്കാൻ നോക്കി. വേണ്ട അവൾ അങ്ങനെ കിടന്നാൽ മതിയെന്ന് ബാലൻ പറയുക. അപ്പോൾ എഴുന്നേക്കലൊക്കെ നമുക്ക് പിന്നീട് ആകാമെന്ന് ബാലൻ അലീനയോട് പറയുന്നു. ഇന്നലെ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന മനുവിനെ ഇങ്ങനെ നോക്കുക. ഇന്ന് കിടക്കുന്ന കിടപ്പൊക്കെ കണ്ടില്ലേ, ഒന്നും സംഭവിക്കാത്തതുപോലെ അല്ലേ മനു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുവിനോട് അന്നേരം പറയാം. മനു അന്നേരത്തേക്കും ഇങ്ങനെ അലീനയെ നോക്കുന്നു. അലീനയുടെയും മനുവിൻ്റെയും മുഖത്ത് എന്തൊക്കെയോ സംശയങ്ങൾ നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലായി. ബാലചന്ദ്രൻ അത് മനസ്സിലായി. ഇവർ രണ്ടുപേരെയും മാറി മാറി നോക്കുക. എന്നിട്ട് വിഷമിക്കണ്ട, അബദ്ധമൊക്കെ ആർക്കും സംഭവിക്കാവുന്നതായേ ഉള്ളൂ എന്ന് പറഞ്ഞു അലീനയോട്. പിന്നെ ഇന്നലെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അലീനയ്ക്കൊന്നും സംഭവിക്കരുതേ, ജീവനോടെ തിരിച്ചു കിട്ടണേ എന്ന് മാത്രമായിരുന്നു എന്നിങ്ങനെ പറയുക നമ്മുടെ ബാലചന്ദ്രൻ ഒരു ചെറു പുഞ്ചിരിയോടെ. എന്തായാലും പ്രാർത്ഥന ഫലിച്ചല്ലോ എന്നും പറഞ്ഞു കേട്ടോ അദ്ദേഹം. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്നും പറഞ്ഞു. അപ്പോഴും അലീന ചിരിക്കുക. നീ ഇങ്ങനെ കണ്ണു തുറന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിങ്ങനെ കിടക്കുന്നത് കാണുമ്പോഴേ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രയാണെന്നൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സോറി സാർ, വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വം വിഷമിപ്പിച്ചതല്ല എന്ന് അലീന ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയാം. അപ്പം നീ സോറി ഒന്നും പറയണ്ട, നമ്മുടെ തെറ്റൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ എന്നിങ്ങനെ മനു പറയുക കേട്ടോ. അപ്പോൾ അതെ അലീന ഇങ്ങനെ മനുവിനെ നോക്കുക, പറയരുത് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു അലീന. നിന്നെ കണ്ടപ്പോഴാണ് മനസ്സിനൊരു തണുപ്പ് വീണതെന്നും അദ്ദേഹം പറയുവാണ്. കയറി വന്നപ്പോൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ എല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങളിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ഷോപ്പിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു മനു. അപ്പം ഞാൻ പോവാനോ, ഇവിടെ ആരെങ്കിലും വേണ്ടേ മനു എന്ന് ചോദിക്കുമ്പോൾ ഞാനുണ്ടല്ലോ അങ്കളെ, അതെന്താ നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ എന്ന് ചോദിച്ചു. അത് പിന്നെ വർക്ക് ഫ്രം ഹോമാ, പിന്നെ ലാപ്ടോപ്പ് വണ്ടിയിൽ ഇരിപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് വർക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഇരുന്നും എൻ്റെ ജോലിയൊക്കെ ചെയ്യാം, അപ്പം നിനക്ക് ഉറങ്ങണ്ടേ മനു, രാത്രി ഉറക്കം ഉളച്ചല്ലേ എന്ന് അദ്ദേഹം മനുവിനോട് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പോയിക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് മനു പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. താങ്ക് യു കേട്ടോ, ഇന്ന് എനിക്കൊരു പ്രോബ്ലം ഡേ ആടാ, നീ ഉള്ളത് എന്തായാലും നന്നായെന്നും അദ്ദേഹം പറയുവാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങലുണ്ട്. ഉച്ച കഴിഞ്ഞ് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ശരിയെന്ന് പറഞ്ഞു അലീന. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം പോയി അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയേച്ചാ പോകുന്നത്. അദ്ദേഹം അങ്ങ് പോയി മനു അലീന ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുമ്പോഴത്തേക്കും വൈജയന്തിയും കമലയും കൂടെ വിളിക്കാം. എൻ്റെ ചെറുക്കനെ മാത്രം നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ വേലക്കാരിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിർത്താനെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ, അയ്യോ ഞങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലേ, അവൻ സ്വമനസാനെ പോയി അവളെ ശുശ്രൂഷിക്കുന്ന ജോലി ഏറ്റെടുത്തതിന് ഞങ്ങളെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ പറയണം അവളോട്, ഞങ്ങളുടെ സെർവൻറ്റിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന്. നീ അവൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് കൂടി നാണക്കേടാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് കമല ചോദിക്കുന്നു. അവൻ ഇതൊന്നും അറിയാൻ മേലാത്തത് കൊണ്ടാണോ കമലയിടത്തി? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവൻ, ആണോ? അവന് ജോലിക്ക് പോകണ്ടേ വൈജയ്? അവളൊരു മൂടും താങ്ങി നിന്നാൽ മതിയോ? ഓ എൻ്റെ ദൈവമേ, എന്നാ ഒരു നാണക്കേടായിരുന്നു പറഞ്ഞ് കിടന്ന് തുള്ളുന്ന കമലയോട് അലീന അവനെ കണ്ണ് കാണിച്ച് മയക്കിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കമലയുടെ അത് വിശ്വസിച്ചില്ലല്ലോ. പോവാം, നിങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് അവൾ എന്ത് ബന്ധം ഉണ്ടായിട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയുമ്പം ഞാൻ ഇനി ആരോട് ഇതൊക്കെ പറയും? ദേ ബാലചന്ദ്രനോട് പറഞ്ഞാലോ, അവനെ ഒന്ന് ഉപദേശിക്കാൻ. ബാലചന്ദ്രനോടോ? നന്നായതേ ഉള്ളൂ. അവർ രണ്ടുപേരും കൂടിയാ എല്ലാം ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്യണത്. എന്നതാ അവൻ്റെ ഉദ്ദേശം? അതാ എനിക്ക് മനസ്സിലാവാത്തതെന്നും പറഞ്ഞ് വൈജയോട് കമല ചോദിക്കുമ്പം ഇതിനേക്കാളും ഭേദംഹാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനൊരു ഒളിവും മറയൊക്കെ ഉണ്ടായിരുന്നു, ഇത് ഒരു നാണോ ഇല്ലാതെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അതെ, മനുവിനെ ഇനി നോക്കണ്ട കേട്ടോ, അവൾക്ക് അഡിക്റ്റായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അങ്ങനെ ഫോണിൽ കുശുമ്പും കുന്നായ്മയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രനെ കണ്ടപ്പോഴത്തേക്കിന് ഇവളങ്ങ് ചൂളിപ്പോയി കേട്ടോ ഈ വൈജ. അപ്പോൾ ബാലനോ, നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇല്ല, ഞാനങ്ങ് നിർത്തി എന്ന് നമ്മുടെ വൈജ പറയുമ്പോൾ, അയ്യോ നിർത്തണ്ട. ഒരിക്കൽ നമ്മൾ വിഗ്രഹം പോലെ കരുതിയിരുന്ന ആളിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കഷ്ടം എന്നും പറഞ്ഞ് എന്നാ പറയണം അതിന്? അട്ട, തേള്, പുഴു, ഒച്ച, പാമ്പ്, പഴുതാര, ഉഫ് കഷ്ടം. പറഞ്ഞു ഞാൻ പോയേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. വൈജയുടെ തോലി ഉരിഞ്ഞു പോയിട്ടോ. ആരായിരുന്നു വൈജ വന്നത്? ബാലചന്ദ്രനാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ പറഞ്ഞു തോന്നിയേ പുള്ളിക്കാരനങ്ങ് രസിച്ചില്ല എന്ന് പറഞ്ഞു വൈജ. അവർ രണ്ടുപേരും സെറ്റാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്നതാ കാര്യം? വെച്ചോ നീ, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു കമല. അതിനുശേഷം ഒന്ന് എരിവ് കയറ്റി കൊടുത്തതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ വൈജ എന്ന് പറയുന്ന നാണം കെട്ടവൾ ഇരിക്കുന്നു. ഇനി വൈജയ്ക്ക് വരാൻ പോകുന്നത് കണ്ടക ശനിയും അതിൻ്റെ വലിയ ശനിയും കൂടിയാണ്. അതെല്ലാം വൈജയന്തി നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.